സംസ്ഥാനത്ത് പകൽ സമയങ്ങളിൽ കടുത്ത ചൂട് തുടരുകയാണ്. വേനൽ ചൂട് തുടങ്ങിയത് മുതൽ സംസ്ഥാനത്ത് ശീതളപാനീയ വിൽപ്പന ഉയർന്നിട്ടുണ്ട്. കുപ്പിവെള്ളം പോലെ തന്നെ ഫ്രഷ് ജ്യൂസ് വിൽപ്പനയും ഒക്കെ തകൃതിയായി നടക്കുന്ന തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് സമീപത്തെ ജ്യൂസ് കടകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. സംസ്ഥാനത്ത് ചൂട് അതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നിർജ്ജലീകരണം സംഭവിക്കാതെ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് തിരുവനന്തപുരം പാളയത്തേക്ക് വന്നു കഴിഞ്ഞാൽ പാളയം പള്ളിയോട് ചേർന്ന് ഒരുപാട് കടകളുണ്ട്. അവിടെയെല്ലാം ജ്യൂസ് വിൽപ്പനയൊക്കെ തകൃതിയായി നടന്നു പോരുന്ന ഒരു സമയം കൂടിയാണ് ഈ വേനൽക്കാലം. അത് കഴിഞ്ഞ് മഴക്കാലത്തേക്കൊക്കെ കടക്കുകയാണെങ്കിൽ കടകളൊക്കെ പകുതിയും അടച്ചിടും. പക്ഷേ ഈ സമയത്ത് കച്ചവടം അത്രത്തോളം തന്നെ വലിയ രീതിയിൽ തന്നെ നടക്കുന്ന ഒരു സമയം കൂടിയാണെന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് ആളുകൾ ഈ സമയത്ത് ഏകദേശം ഒരു 3 മണി സമയത്തോടു കൂടി ആക്റ്റീവായി തുടങ്ങി. പിന്നീട് വൈകുന്നേരം ഒരു 6 മണി വരെ തുറന്നിരുന്ന കടകളാണ് തിരുവനന്തപുരം പാളയത്തെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തേക്കൊക്കെ ഉള്ളത്. ചേട്ടാ, ഇവിടെ വന്ന് സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാറുണ്ടോ? സ്ഥിരമായിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുള്ള സ്ഥലമാണ്. കടുത്ത ചൂടാണ് ഈ സമയത്ത്. അതെ അതെ അതെ, സത്യം, ഭയങ്കര ചൂടാണ്. ഡീഹൈഡ്രേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ പോകുന്ന വഴിക്കും കുടിച്ചിട്ട് പോകുന്നതാണോ? രണ്ടും ഉണ്ട്. ഇവിടെ പണ്ടൊക്കെ വന്നിട്ടുള്ളതാണ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ. പിന്നെ ഡീഹൈഡ്രേഷൻ നല്ല ചൂട് വന്നതാണ്. ചേട്ടാ, കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ചേട്ടാ? കച്ചവടം പൊടിച്ചല്ലേ കച്ചവടം, ചൂടല്ലേ കച്ചവടം. ഇപ്പൊ എല്ലാം തീർന്നല്ലോ, ഒന്നുമില്ല, തികയുന്നില്ല നമ്മൾ ഉണ്ടാക്കുന്നത് തികയുന്നില്ല. പെട്ടെന്ന് തീരും ഇല്ലയോ? അപ്പം തീരും. ഒരു ദിവസം എത്രത്തോളം ജ്യൂസൊക്കെ പോകും? ജ്യൂസിന്റെ കണക്കൊന്നും പറയാൻ ചിലപ്പം 10-15 ഫ്രഷ് ജ്യൂസ് എല്ലാം തീരും. ഈത്തപ്പഴം, മുന്തിരി, മാമ്പഴം, 7 ഐറ്റം ഉണ്ട്. ലാഭത്തിലാണ്. കച്ചവടം ലാഭത്തെ മഴയത്ത് കരയാം. മഴക്കാലമായാൽ ബുദ്ധിമുട്ടാകും. അതിനപ്പുറത്തേക്ക് ഈ സമയത്ത് നിർജ്ജലീകരണം സംഭവിക്കാതെ ഇരിക്കാനും അതേപോലെ ദാഹം അകറ്റാനും ഒക്കെ ആയിട്ട് ഒരുപാട് പേർ വന്നെത്തുന്ന ഒരു വീതി കൂടിയാണിത്. വീഡിയോയിൽ വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ ഗോവിന്ദൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.